ഇത്ര നേരം നമ്മൾ നോക്കിയത് കൊമേഴ്ഷ്യൽ ബാങ്ക് നോക്കി, കോപ്പറേറ്റീവ് ബാങ്ക് നോക്കി, റീജിയണൽ റൂറൽ ബാങ്ക് നോക്കി. ഇവർക്ക് ഏറ്റവും വലിയവരുടെ ലക്ഷ്യം എന്താ? ഇന്ത്യയിൽ എന്തിനാ ഒരു ബാങ്ക് നമ്മൾ ഉണ്ടാക്കി? അത് ഒന്നാമത്തെ റീസൺ അല്ല ശരിക്കും പറഞ്ഞാൽ. രണ്ടാമത്തെ റീസണാണ്. കാരണം ബാങ്കിങ് സർവീസ് എല്ലാവർക്കും ഇപ്പോൾ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങി, ഒരു സാധനം നമ്മൾ ഉണ്ടാക്കും. ഇപ്പോൾ ഒരു ബുക്ക് പർച്ചേസ് ചെയ്യുന്നൊരു കഥ, അല്ലെങ്കിൽ ബുക്ക് ഉണ്ടാക്കുന്നൊരു സ്ഥാപനം, അല്ലെങ്കിൽ ബുക്ക് എഴുതുന്നൊരു സ്ഥാപനം, ഏറ്റവും ഫസ്റ്റത്തെ ഉദ്ദേശം എന്താ? പ്രോഫിറ്റ് ഉണ്ടാക്കുക. അതാണ് ഏറ്റവും ഫസ്റ്റ്. ഒരു ബാങ്കിന് അല്ലെങ്കിൽ ബാങ്കല്ല എന്ത് സംരംഭം നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് നമ്മുടെ കാര്യം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ബാക്കിയുള്ളവരിലേക്ക് എത്താനുള്ള രീതിയിൽ ചെയ്യും. അപ്പം അങ്ങനെ ചെയ്യുന്നു. ഇപ്പം ബുക്ക് എഴുതുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് തകഴിയുടെ ചെമ്മീൻ എന്ന് പറഞ്ഞ നോവൽ കണ്ടിട്ടില്ലേ? ആ നോവലാണ് തകഴി ഏറ്റവും ഫസ്റ്റ് പൈസയ്ക്ക് വേണ്ടി എഴുതിയ നോവല്. ഏറ്റവും കൂടുതൽ ഹിറ്റായിരുന്ന ആ നോവല. അതിന് മുമ്പ് എഴുതിയിട്ടൊന്നും തകഴി സാമ്പത്തിക ലാഭം നോക്കിയിട്ടേ ഇല്ല. അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഞാൻ എഴുതുന്ന നോവലാണെന്നുണ്ട്. ആലപ്പുഴയിലെ ബീച്ച് ആ ഒരു ഹൗസ് ബോട്ടിൽ കയറി എഴുതുന്ന നോവലാണ് ചെമ്മീൻ. അപ്പം അങ്ങേര് ചെയ്ത ആ നോവലാണ് ഏറ്റവും വലിയ ഉയരത്തിലെത്തിയത്. ബാക്കിയുള്ള കയറും ഇത് രണ്ടിടം കഴിയും ഇതൊന്നും അധികം ചർച്ച ചെയ്യപ്പെടുന്നില്ല. പക്ഷെ ചെമ്മീൻ എല്ലാ കാലവും സ്ഥിരം ആണ്, എവർഗ്രീൻ ആണ്. അപ്പോൾ പൈസയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ സാധനമാണ് ഏറ്റവും ടോപ്പിൽ എത്തിയത്, ഏറ്റവും പ്രോഫിറ്റബിൾ ആയത്. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഏറ്റവും ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ബാങ്ക്സിൻ്റെ ഏറ്റവും വലിയ ഇത്. ഈ പ്രോഫിറ്റ് ഒന്നും നോക്കാതെ ഇന്ത്യയിൽ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ SBI വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ആക്സിസ് ബാങ്ക് ഉണ്ട്, അപ്പുറത്ത് ഫെഡറൽ ബാങ്ക് ഉണ്ട്. ഇവർ മൂന്നുപേരും തമ്മിൽ എൻ്റെ അക്കൗണ്ട് ചെയ്ത് എൻ്റെ അക്കൗണ്ട് എടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ള അടിയല്ലേ? അങ്ങനത്തെ ഒരു മത്സരം ഇല്ലാത്ത കുറേ സ്ഥാപനങ്ങൾ അവിടെ വെറുതെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു മത്സരവും പ്രോഫിറ്റ് മേക്കിങ്ങും ഇതൊന്നും ഇല്ലാത്ത തരത്തിലുള്ള സ്ഥാപനങ്ങൾ നമ്മൾ പറയുന്നതാണ് ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത്. എന്താണ് ആ പേര് എന്ന് വെച്ചാൽ ഡെവലപ്മെന്റ് ബാങ്കിന്റെ മോട്ടീവാണ് ഞാൻ പറഞ്ഞത്. നോ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല അതിന്റെ ലക്ഷ്യം. മറിച്ച് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് കടന്നു ചെന്ന് അവർക്ക് ബാങ്കിങ് ഫെസിലിറ്റീസും പൈസയും കാര്യങ്ങളൊക്കെ എത്തപ്പെടാത്ത ആളുകളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. ഈ ഡെവലപ്മെന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ മെയിൻ ആയിട്ടുള്ള അതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ റീഫിനാൻസ് ആണ്. റീഫിനാൻസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ എന്തെങ്കിലും തരത്തിൽ ആരെങ്കിലും ഒരു ലോൺ എടുത്തു, ഒരു ലോൺ എടുത്തിട്ട് ആ ആൾക്ക് അത് അടയ്ക്കാനായിട്ട് പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ബാങ്കുകൾ എന്താ ചെയ്യുന്നത്? ജപ്തി ചെയ്യും. ബാങ്കുകൾ NPA ഓക്കെ, ജപ്തി ഇതൊക്കെ ഓക്കെ. അതല്ലാതെ ഇപ്പൊ ജപ്തി ചെയ്ത് കഴിഞ്ഞാൽ കൂടി എല്ലാ സാഹചര്യങ്ങളിലും ഇവർക്ക് ആ ലോൺ കൊടുത്ത എമൗണ്ട് തിരിച്ചു കിട്ടിക്കൊള്ളണമെന്നുണ്ടോ? വിജയമില്ല, അങ്ങനത്തെ കേസുകൾ ഒക്കെ വലിയ എമൗണ്ടുകളൊക്കെ കടമെടുത്ത് മുങ്ങിയിട്ടുള്ള ആളുകളുണ്ടാവും. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് ആ പൈസ ചിലപ്പോൾ തിരിച്ചു കിട്ടൂല. ഇപ്പൊ ബാങ്കുകാർക്ക് കൊടുക്കുന്ന ലോണൊക്കെ വെറുതെ അങ്ങോട്ട് എഴുതി തള്ളാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് എഴുതി തള്ളാൻ പറ്റാത്ത? അതല്ല, ഈ പൈസ മൊത്തം ആളുകളുടെ പൈസ അല്ലേ, ഡെപ്പോസിറ്റുകളല്ലേ ഈ ടൈം ഇതായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഈ പൈസ അങ്ങനെയൊന്നും എഴുതി തള്ളാൻ പറ്റൂല. അതിന് കൃത്യമായിട്ടുള്ള ഇത് വേണം. അപ്പൊ ബാങ്കുകളെ ഈ പറയുന്ന പൈസ അവർക്ക് കിട്ടാനായിട്ട് വേറെ എന്താ വഴി? RBI ലോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഇത് കൊടുക്കേണ്ടി വരും, ഇൻട്രസ്റ്റ് കൊടുക്കണ്ടേ? അങ്ങനെ ഇൻട്രസ്റ്റ് ഇതൊന്നും കൊടുക്കേണ്ടാത്ത രീതിയിൽ ഈ പറയുന്ന ഗ്യാപ്പുകൾ, അവർക്ക് കിട്ടുന്ന ആ പൈസയുടെ കുറവ് നികത്തുന്ന സ്ഥാപനങ്ങളാണ് ഈ പറയുന്ന ഡെവലപ്മെന്റ് ബാങ്ക്സ്. ഈ ഡെവലപ്മെന്റ് ബാങ്കുകൾക്ക് എവിടെ നിന്ന് പൈസ കിട്ടുന്നത്? സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കും. അവരതിനു വേണ്ടിയിട്ട് ഒരു സെറ്റ് 30,000 മുകളിലുള്ള 1 കോടി രൂപ തന്നെ ഇവർ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുക. അടയ്ക്കാത്ത ലോണുകൾ അടയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റി വെച്ചേക്കുക. ആ ഒരു സംഭവമാണ് ചെയ്തേക്കുന്നത്. ഇപ്പം ഇത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും, കട എഴുതി തള്ളി. ഇന്നലെ തന്നെ പേപ്പറിലുണ്ടായിരുന്നു കുറേ ബാങ്കുകളുടെ ഒക്കെ കട എഴുതി തള്ളുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ശരിക്കും ആക്ച്വലി ഇല്ലാതെ ആവുകയല്ല, ആ സംഭവം എന്ത് ചെയ്യും? ഗവൺമെന്റ് കൊടുക്കും ആ പൈസ. അതിനെയാണ് കട എഴുതി തള്ളുക എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ പറയുന്നത്. ആക്ച്വലി അവിടെ ഉണ്ട്, ഗവൺമെന്റിന്റെ പൈസ തന്നെ എടുത്ത് ഗവൺമെന്റ് അത് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഡെവലപ്മെന്റ് ബാങ്ക് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഈ ഡെവലപ്മെന്റ് ബാധ്യതയോ അല്ലാണ്ട് എങ്ങനെ? അത് എവിടേക്ക് പോയിന്ന് അറിയില്ലല്ലോ. അത് റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇവരെന്ത് ഇതൊന്നും എവിടേക്ക് പോയി, ഇവിടെ നിന്ന് ഇവിടുത്തെ പുറത്തേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ നിന്ന് പോയിട്ടുണ്ടെന്നുള്ള കണക്കൂട്ടില്ല. നമ്മളത് നമ്മുടെ ഇതിൽ നിന്ന് കുറയും. എസ്റ്റിമേറ്റ് ബഡ്ജറ്റ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മളത് കൂടുതൽ നോക്കും. ഓക്കെ, ഇപ്പൊ പറഞ്ഞു തന്ന കാര്യം, ഈ ഡെവലപ്മെന്റ് ബാങ്ക് ചെയ്യുന്ന പരിപാടി എന്താണെന്നുള്ളത് റീഫിനാൻസ് എന്നുള്ളതാണ് അതിന്റെ ഒറ്റ വാക്കി പറഞ്ഞ അതിന്റെ പ്രൈമറി ഫംഗ്ഷൻ. റീഫിനാൻസിങ് ചെയ്യുന്ന റീഫിനാൻസ് ബാങ്ക്സ് എന്നല്ല അതിന്റെ പേര്, ഡെവലപ്മെന്റ് ബാങ്ക് എന്നാണ് പേര്. ഓക്കെ, അപ്പൊ അത് ഏറ്റവും ഫസ്റ്റ് വന്ന ഒരു ഡെവലപ്മെന്റ് ബാങ്ക് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ വന്നതാണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്നുള്ള IFCI ഫിനാൻഷ്യൽ കോർപ്പറേഷൻ.
ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് ഇറക്കുന്ന ഒരു സ്ഥാപനമാണ് 1948 വന്നത്. അത് IFCI എന്ന് പറഞ്ഞ നിലവിൽ വന്നെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ രണ്ടാമത്തെ നരസിംഹ കമ്മിറ്റിയുടെ ഇതൊക്കെ കഴിഞ്ഞ പിന്നെ ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പേരിലാണ് ഈ ഡെവലപ്മെന്റ് ബാങ്കുകളൊക്കെ അറിയപ്പെടുന്നത്. ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അല്ല, ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ AIFI എന്ന് പറയും. നമ്മൾ ഈ NBFCസിനെ കാര്യങ്ങളിലൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതിനെല്ലാം കൂടിയൊക്കെ ചേർത്ത് നമ്മൾ പറയുന്നതാണ് ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പബ്ലിക്കിൽ നിന്ന് പൈസ ഒന്നും എടുക്കില്ല, അതേപോലെ തന്നെ ഡെപ്പോസിറ്റും കാര്യങ്ങളൊന്നും വാങ്ങിക്കില്ല. കാരണം എന്താ, അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. ഡെപ്പോസിറ്റ് വാങ്ങിക്കുന്നത് തന്നെ അതെടുത്ത് വേറെ ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, വേറെ ആൾക്ക് കൊടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബാങ്കുകൾ ഡെപ്പോസിറ്റ്സ് വാങ്ങിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഈ ഡെപ്പോസിറ്റ് വാങ്ങിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ ഇല്ല. അതേപോലെ തന്നെ ബാക്കിയുള്ളവരുമായിട്ട് യാതൊരു കോമ്പറ്റീഷനും ഇല്ല, ഒരു തരത്തിലുള്ള മത്സരവും ഈ പറയുന്ന ഡെവലപ്മെന്റ് ബാങ്കുകൾക്ക് ഇല്ല. ഒരു ഗ്യാപ്പ് ഫില്ലറായിട്ട് ആക്ട് ചെയ്യുന്നു. കാരണം ഒരാൾ പൈസ കൊടുത്തിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവൻ എടുത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ പബ്ലിക് ഇൻട്രസ്റ്റ് ഓവർ പ്രോഫിറ്റ് മോട്ടീവ്, പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്കുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക്കിൻ്റെ അടുത്തേക്ക് കടന്നു നിന്ന് കൂടുതൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആക്കുക എന്നുള്ളതാണ് ഇവരുടെ ഇത്. ഇന്ത്യയിൽ നിലവിൽ 5 AIFIs നിലവിലുണ്ട്. അതായത് ഡെവലപ്മെന്റ് ബാങ്ക്സ് ഇന്ത്യയിൽ ഇപ്പോൾ എത്ര എണ്ണമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 ഡെവലപ്മെന്റ് ബാങ്ക്സ് ആണ്, അല്ലെങ്കിൽ AIFIs ആണ് നിലവിലുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 നബാർഡ്, 2 സിഡ്ബി, 3 NHB നാഷണൽ ഹൗസിംഗ് ബാങ്ക്, പിന്നെ എക്സിം ബാങ്ക് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക്, പിന്നെ നാബ്ഫിഡ് നാഷണൽ ബാങ്ക് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചില്ലേ ഈ RBIയുടെ നിയന്ത്രണത്തിലല്ല നബാർഡെന്ന്? ആണ് കേട്ടോ. സെൻട്രൽ ഗവൺമെന്റിന്റെ ഫുള്ളി ഇതും ചെറിയ റെഗുലേഷൻ RBIയുടെ ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ RBIയുടെ അത് നബാർഡ് വരും. ഓക്കെ, അപ്പോൾ നബാർഡ് സിഡ്ബി ഇന്ത്യയിലുള്ള AIFIസും അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ബാങ്ക്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 എണ്ണമാണ്. ഓർത്തിരിക്കുക, 5 എണ്ണമാണ്. നബാർഡ്, സിഡ്ബി, നാഷണൽ ഹൗസിംഗ് ബാങ്ക്, നാബ്ഫിഡ്. ഇത് ഓർത്തിരിക്കണം. കാരണം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് AIFIൽ ഇല്ലാത്തതോ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ബാങ്ക്സിൻ്റെ ഇതിനകത്ത് വരാത്തതോ ഏതാണെന്ന് PSC ചോദ്യം ചോദിച്ചാൽ നമുക്ക് എഴുതാനുള്ള ഉത്തരമാണ് കേട്ടോ. മാറിപ്പോരുത്. ഇതിൻ്റെ ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ടുവന്ന് ഇടും, വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ, ഏതെങ്കിലും ഒരു കോപ്പറേറ്റീവ് ബാങ്കോ അല്ലെങ്കിൽ റിസർവ് ബാങ്കോ SBIയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ബാങ്കുകളുടെ പേര് തന്നു കഴിഞ്ഞാൽ അതല്ല. പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക എന്ന് ഈ പറയുന്ന കാറ്റഗറിയിൽ വരുന്നത് ഏതൊക്കെയാണ് എന്നുള്ളത്. ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നതാണ്. എന്താ ഡെവലപ്മെന്റ് ബാങ്ക് ചെയ്യുന്നത്? റീഫിനാൻസ്. ഇത്ര ഓർത്തിരുന്നാൽ മതി. കിട്ടിയോ?